ഔപചാരികമായി നമ്മുടെ സുവോളജിക്കൽ പാർക്ക് ഫെബ്രുവരി 28-ന് തുറന്ന് പൊതുജനങ്ങളുടെ പ്രവേശനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് എന്നുള്ള വിവരം ഉന്നതതല സമിതിക്ക് ശേഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യോഗത്തിലേക്ക് കടന്നത്. തൃശ്ശൂർ മൃഗശാലയിലെ 330 മൃഗങ്ങളെ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റുകയുണ്ടായി. 10 ഇനം മയിലുൾപ്പെടെയുള്ള പക്ഷികൾ, 3 തരം മാനുകൾ, കാട്ടുപോത്ത്, സിംഹവാലൻ കരിങ്കുരങ്ങന്മാർ, കടുവ, പുലി, സിംഹം, റിയ പക്ഷി, ഒട്ടകപ്പക്ഷി, യമു, കുറുക്കൻ, 2 തരം ചീങ്കണ്ണി, ഗരിയാൽ വിഭാഗത്തിൽപ്പെടുന്നതും മഗർ വിഭാഗത്തിൽപ്പെടുന്നതും, 2 ഇനം വിദേശ പക്ഷികൾ, കരടി, മലയണ്ണാൻ, ഇത്രയും ഇനങ്ങളാണ് ഇവിടെ നിന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ മൃഗശാലയിൽ നിന്നുൾപ്പെടെയുള്ള ഈ ഇനങ്ങളാണിപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വിദേശത്തെ മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ആകെ ചെലവിൽ അഡ്വാൻസായി 4 കോടി നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. സീബ്ര, ആഫ്രിക്കൻ മാൻ, അനാക്കോണ്ട, ജിറാഫ് ഉൾപ്പെടെ 6 ഇനം വിദേശ മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ധാരണ ടെൻഡർ ഉണ്ടാക്കി L1 ബിഡർക്ക് 4 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ കൂടി സാധ്യതകളും സാഹചര്യങ്ങളും മൃഗങ്ങളെ മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളും എടുത്തുകൊണ്ടായിരിക്കും മാറ്റി തുടങ്ങുക. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തൽക്കാലം പൂർത്തിയായിട്ടുണ്ട്. KSRTCയുടെ 2 ഇലക്ട്രിക്കൽ ബസ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ ബസ്സുകളുടെ ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തോടെ മറ്റന്നാൾ രാവിലെയോടെ അവിടെ ഈ ബസ്സുകൾ ഇവിടെ എത്തും. ചാർജിങ് കഴിഞ്ഞ് 27-ന് പ്രവർത്തന സജ്ജമാകുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു കഫറ്റേരിയയും 4 ഫുഡ് കിയോസ്കുകളുമാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത്. ഭക്ഷണം ആ വിധത്തിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടോയ്ലറ്റ് ബ്ലോക്ക് പൂർണ്ണമായിട്ടും സജ്ജമായി ആ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക ഒരു സൊസൈറ്റി ആയിരിക്കും. സൊസൈറ്റി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ഗവേണിംഗ് ബോഡിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അഡ്വൈസറി കമ്മിറ്റിയും കൂടിയുള്ള ഒരു സൊസൈറ്റിയുടെ രൂപകൽപ്പനയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അഡ്വൈസറി കമ്മിറ്റി ജനപ്രതിനിധികൾക്ക് കൂടി പ്രാതിനിധ്യം ഉള്ളതായിരിക്കും. അവരുടെ കൂടി വിവരങ്ങൾ അറിയാൻ കഴിയുന്നതായിരിക്കും. അഡ്വൈസറി കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഗവേണിംഗ് ബോഡിയുമുള്ള ഈ സൊസൈറ്റി ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുള്ള കമ്മിറ്റി ആയിരിക്കില്ല. അത് സ്വാഭാവികമായിട്ടും മന്ത്രി അധ്യക്ഷനായി ആരാണോ പോസ്റ്റുകളിലിരിക്കുന്നത് ആ പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും ആ സൊസൈറ്റിയുടെ രൂപകൽപ്പന. അതുകൊണ്ട് തന്നെ ആ സൊസൈറ്റി പൂർണ്ണമായിട്ടും ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കാവുന്ന വിധത്തിലാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഹൈപ്പവർ കമ്മിറ്റി കൂടി ടിക്കറ്റ് നിരക്ക് തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ ഒരാൾക്ക് 100 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 30 രൂപയാണ്. സീനിയർ സിറ്റിസണിന് 50 രൂപയാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡായ ആളുകൾക്ക് പണം കൊടുക്കേണ്ടതില്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കിൻഡർ ഗാർഡൻ, LKG, UKG മുതൽ 4ാം ക്ലാസ് വരെ സൗജന്യമായിരിക്കും. 5 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയായിരിക്കും ഫീസ്. 20 കുട്ടികൾക്ക് ഒരു ടീച്ചറെ കൂടി 30 രൂപ നിരക്കിൽ നമുക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി കഴിയും. പാർക്കിങ്ങിന് 2 വീലറിന് 25 രൂപ, ഓട്ടോയ്ക്ക് 30 രൂപ, കാറിന് 100 രൂപ, വാൻ, ടെമ്പോ, മിനി ബസ് തുടങ്ങി 32 സീറ്റുകൾ വരെയുള്ളവയ്ക്ക് 175, ബസ്സിന് 250, ക്യാമറയ്ക്ക് സ്റ്റിൽ ക്യാമറയ്ക്ക് 350, വീഡിയോ ക്യാമറയ്ക്ക് 750, ക്ലോക്ക് റൂം ഉപയോഗിക്കുന്നതിന് 25 രൂപ. നോൺ AC ബസ്സിൻ്റെ ചാർജ് അഡൽറ്റിന് 50 രൂപയും ചിൽഡ്രൻസിന് 25 രൂപയും എന്ന വിധത്തിൽ കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണ മൃഗശാലയിലുള്ളതുപോലെ 9 മണി മുതൽ 5 മണി വരെ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രവേശന സമയം. തിങ്കളാഴ്ച എല്ലാ മൃഗശാലയിലും ഉള്ളതുപോലെ ക്ലീനിങ്ങിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ടുള്ള മുടക്കു ദിവസമായിരിക്കും. നമുക്ക് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 28-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 3.5 മാസക്കാലത്താണ് ക്യൂറിംഗ് പീരീഡ് വേണ്ടിവരും എന്ന് നമ്മൾ പറഞ്ഞത്. 3.5 മാസക്കാലം കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യമായി തുറക്കാൻ വേണ്ടി സജ്ജമായി. സുവോളജിക്കൽ പാർക്കിനെ നമ്മുടെ ഒരു കുഞ്ഞാണ്.
തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും ഒരു കുഞ്ഞാണ്. വളരെ അഭിമാനത്തോടെ നാം അവതരിപ്പിച്ചതാണ്. കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് വനം വകുപ്പ് നടത്തുന്ന ഒരു സുവോളജിക്കൽ പാർക്ക്. ഇത് കേവലം ഒരു മൃഗശാലയല്ല, ഇത് മൃഗങ്ങളും പ്രകൃതിയും തമ്മിലുള്ള മനുഷ്യൻ നേരിട്ട് കാണാവുന്ന ആത്മബന്ധത്തെ പഠിപ്പിക്കുന്ന ഒരു പ്രകൃതി പഠനശാലയാണ്. സുവോളജിക്കൽ പാർക്കിനെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമവും ഉണ്ടാകരുത് എന്നെല്ലാവരോടും സവിനയം അഭ്യർത്ഥിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഏതു പരിശ്രമവും തുടക്കത്തിൽ ആരംഭിക്കുമ്പോൾ ചെറുതായിട്ടുള്ള ബാലാരിഷ്ടതകൾ സാധാരണ നിലയിൽ അതിനുണ്ടാകുക സ്വാഭാവികമാണ്. പരാതി എഴുതിയും കേസ് കൊടുത്തും സുവോളജിക്കൽ പാർക്കിനെ ഏതെങ്കിലും വിധത്തിൽ അപമാനിച്ചും സുവോളജിക്കൽ പാർക്ക് എന്ന മഹത്തരമായിട്ടുള്ളൊരു സങ്കല്പത്തെ തടയിടാനുള്ള ഒരു പരിശ്രമവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് പൊതുജനങ്ങൾ കൂടി ഉറപ്പുവരുത്താവുന്ന വിധത്തിൽ ജനങ്ങളുടേതായിട്ടുള്ളൊരു പാർക്ക് പൊതുജന സമക്ഷം തുറക്കുകയാണ്. ഫെബ്രുവരി 28 രാവിലെ 8 മണിക്ക് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ആദ്യ സന്ദർശകനായി സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരും. ഇവിടുത്തെ ജനപ്രതിനിധികളും മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞങ്ങളും ടിക്കറ്റ് എടുത്ത് കയറണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അകത്ത് ബസ്സിൽ കയറി ഒരു യാത്ര, പുറമേക്കുള്ള എല്ലാ വാഹനങ്ങളും അകത്ത് കിടക്കാമല്ലോ, പാർക്കിങ്ങിൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അകത്ത് കയറി ഒരു റൗണ്ട് കറങ്ങി വരണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ബസ്സാണ്, നടന്നു പോകാൻ അങ്ങനെയുള്ളവർക്ക് സൗകര്യമുണ്ട്, പക്ഷെ ബസ് ഉപയോഗിക്കുകയായിരിക്കും സൗകര്യം. കാരണം ഈ ഘട്ടം തന്നെ ഇപ്പം നിലവിലുള്ള മൃഗങ്ങൾ തന്നെ വരുമ്പോൾ ഏതാണ്ട് 4.5 കിലോമീറ്റർ ദൂരം സഞ്ചാര മാർഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി വിദേശ മൃഗങ്ങളും തമിഴ്നാട് കർണാടക ഗവൺമെൻറ്റുകളുമായിട്ടുള്ള നമ്മുടെ ധാരണയനുസരിച്ചിട്ടുള്ള മൃഗങ്ങൾ കൂടി വരുന്നതോടുകൂടി കുറച്ചും കൂടി ദൂരം കൂടും. അതുകൊണ്ട് ഇലക്ട്രിക് ബസ് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്.